ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. ഇന്ന് നമ്മൾ നോക്കുന്നത് എൻവയോൺമെൻറ്റ് ലോയിൽ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും റൈറ്റ് ടു ഡെവലപ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന്. അപ്പം നമുക്കറിയാം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ വികസനം. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വികസനത്തിനായിട്ടുള്ള അവകാശം. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ഫ്രണ്ട്സ്, റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് ആണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിനായിട്ടുള്ള ഒരു അവകാശം അവർക്കുണ്ട്. അത് അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട്, അതൊരു അന്താരാഷ്ട്ര ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട്, മനുഷ്യാവകാശമായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഈ റൈറ്റ് ടു ഡെവലപ്മെൻറ്റിനെ 1986 അംഗീകരിച്ചിട്ടുണ്ട്. 1986 ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട്, ഒരു അന്താരാഷ്ട്ര മനുഷ്യാവകാശമായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഈ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന അവകാശത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ബോത്ത് ഇൻഡിവിജ്വലുമാണ് കളക്റ്റീവുമാണ്. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്താ? റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ കളക്റ്റീവാണ്. അതായത് ഒരു സൊസൈറ്റിക്കും ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുമുണ്ട് ഈ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്കുമുള്ള ഒരു അവകാശമാണ് റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഇൻ്റർനാഷണലായിട്ടും നാഷണലായിട്ടും എല്ലാ ഡൈമെൻഷൻസും ഈ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന അവകാശത്തിന് ഉണ്ട്. ഇനി റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്, വികസനത്തിനായിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള വികസനവും വരും. എക്കണോമിക്കായിട്ടും പൊളിറ്റിക്കലായിട്ടും കൾച്ചറലായിട്ടും സോഷ്യലായിട്ടും എല്ലാ തരത്തിലുമുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് ഈ റൈറ്റ് ടു ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്, വികസനത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഈ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും, ഇപ്പം നമ്മൾ പറഞ്ഞ എക്കണോമിക്കും സോഷ്യലും കൾച്ചറലും പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പങ്കെടുക്കാനും, അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനും, സംഭാവനകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആ ഡെവലപ്മെൻറ്റ് എൻജോയ് ചെയ്യാനും, അതവർക്ക് ആസ്വദിക്കാനും എല്ലാമുള്ള റൈറ്റ് ഒരു വ്യക്തിക്കും സമൂഹത്തിനും എല്ലാം ഉണ്ട് റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ടു ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെ വരും? പൊളിറ്റിക്കലും സോഷ്യലും എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ട്. ആ ഡെവലപ്മെൻറ്റ് അവരുടേതായ കോൺട്രിബ്യൂഷൻ കൊടുക്കാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും, ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോടൊപ്പം ആ ഡെവലപ്മെൻറ്റ് എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനുമുള്ള റൈറ്റ് ഈ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് വഴി ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. ആ റൈറ്റ് ടു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി, തുല്യതയുണ്ട്. റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. കാരണം അതിൽ ഇക്വാലിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്. ഇക്വാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തുല്യതയുണ്ട്. എല്ലാ പേഴ്സൺസിനും ഈ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന റൈറ്റ് ഈക്വലി അവൈലബിൾ ആയിരിക്കണം. അത് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം. അവിടെ ഒരു ഇക്വാലിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ, അവിടെ ഒരു തരത്തിലുള്ള വിവേചനവുമില്ല. ഒരു തരത്തിലുള്ള വിവേചനം എന്ന് പറയുമ്പോൾ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ എല്ലാ പേഴ്സൺസിനും അവൈലബിൾ ആയിട്ടുള്ള ഒരു റൈറ്റാണ് റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിസിപ്പേഷൻ, അവർക്ക് പങ്കെടുക്കാൻ സാധിക്കും, അവരുടെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അവിടെ ഒരു ട്രാൻസ്പെറൻസിയും എല്ലാം ഈ റൈറ്റ് ടു ഡെവലപ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് അല്ലെങ്കിൽ വികസനത്തിനായിട്ടുള്ള അവകാശം എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? മനുഷ്യരുടെ പാർട്ടിസിപ്പേഷൻ കാണും. അപ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ, ഒരു ഹ്യൂമൻ പേഴ്സൻ്റെ പാർട്ടിസിപ്പേഷൻ, ഒരു പങ്കാളിത്തം കാണും. അതോടൊപ്പം തന്നെ ആ ഹ്യൂമൻ പേഴ്സൺ ആയിരിക്കും അവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു വികസനം ഉണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്ന ആരായിരിക്കും? ഒരു ഹ്യൂമൻ പേഴ്സൺ ആയിരിക്കും അവിടുത്തെ പാർട്ടിസിപ്പൻറ്റ്. ഇനി ആ ഒരു ഡെവലപ്മെൻറ്റ് വഴി എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വരികയാണ്, അതുവഴി കിട്ടുന്ന സംഭാവന അല്ലെങ്കിൽ അതുവഴി കിട്ടുന്ന എന്താണോ അതുവഴി കിട്ടുന്ന ബെനിഫിറ്റ്, അതിൻ്റെ ബെനിഫിഷ്യറിയും ആ ഹ്യൂമൻ പേഴ്സൺ തന്നെയായിരിക്കും. അതിലെ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റും അതുപോലെ തന്നെ അതിലെ ബെനിഫിഷ്യറി ആയിട്ടുള്ളതും ആ ഹ്യൂമൻ പേഴ്സൺ തന്നെയായിരിക്കും. ആ ഹ്യൂമൻ പേഴ്സൺ ആയിരിക്കും അതിൻ്റെ ഒരു സെൻട്രൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഡെവലപ്മെൻറ്റിൻ്റെ. ഇനി ഇതോടൊപ്പം തന്നെ ഇങ്ങനെ ഡെവലപ്മെൻറ്റിനുള്ള ഒരു റൈറ്റ് എല്ലാ പേഴ്സൺസിനും കളക്റ്റീവായിട്ടും ഇൻഡിവിജ്വലായിട്ടും കൊടുക്കുമ്പോൾ അവിടെ സ്റ്റേറ്റ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ ആ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടെ ലോക്കലിയും ഗ്ലോബലിയും ഒക്കെ ആയ ഒരു എൻവയോൺമെൻറ്റ്, ഒരു ചുറ്റുപാട് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആ ഡെവലപ്മെൻറ്റിനെ തടയുന്ന തടസ്സങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും അതിന് വേണ്ട
നടപടികൾ എടുക്കാനുമൊക്കെ സ്റ്റേറ്റിന് ഒരു ഒബ്ലിഗേഷൻ ഡ്യൂട്ടി ഉണ്ട് ഈ റൈറ്റ് ടു ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിൽ. അപ്പോൾ പേഴ്സൺസിന് റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നുണ്ട് ഇൻഡിവിജ്വലി ആയിട്ടും കളക്റ്റീവായിട്ടുമെങ്കിലും ആ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ലോക്കലി ഗ്ലോബൽ ആയിട്ടുള്ള ഒരു എൻവോൺമെൻറ്റ് വേണം, അങ്ങനെയെങ്കിൽ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് വഴി എല്ലാവർക്കും വികസനത്തിനുള്ള അവകാശമുണ്ട്. അത് ഇൻ്റർനാഷണൽ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് വഴി നമ്മൾ ഡെവലപ്മെൻറ്റുകൾ നടത്തുമ്പോൾ, നമ്മൾ വികസനങ്ങൾ നടത്തുമ്പോൾ, അത് എക്കണോമിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ഈ പറയുന്ന വികസനങ്ങളെല്ലാം എന്താണ് നമുക്ക് ആവശ്യമാണ്. ഒരു മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം, ഹ്യൂമാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വികസനമായാലും, സോഷ്യൽ ആയിക്കളെയും പൊളിറ്റിക്കൽ ആയിക്കളെയും എക്കണോമിക്കൽ ആയിക്കളെയും ഈ പറയുന്ന ഡെവലപ്മെൻറ്റുകൾ നമ്മൾക്ക് അത്യാവശ്യമാണ്, നമ്മുടെ നെസസിറ്റിയാണത്. പക്ഷേ ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ നടത്തുമ്പോൾ ചിലപ്പോൾ അതുവഴി എന്തുണ്ടാകാം, പൊല്യൂഷൻ ഉണ്ടായേക്കാം. എൻവോൺമെൻറ്റിന് പൊല്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ്? കാരണം നമ്മൾ ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് നടത്തുമ്പോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രീസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫാക്ടറീസ് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എയർ, വാട്ടർ, ഫോറസ്റ്റ് അല്ലെങ്കിൽ മിനറൽ റിസോഴ്സസ്, ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതിയിലുള്ളത്. അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സും കൂടി യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന നമുക്കുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴേക്കും അതുവഴി നമ്മൾ ചിലപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സസ് കൂടുതലായിട്ട് യൂസ് ചെയ്യും, മുഴുവനായിട്ടും എൻറ്റയർ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സും കൂടി എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടായിരിക്കും ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന റൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ അതുവഴിയായിട്ട് അവിടെ എൻവോൺമെൻറ്റിന് ഒരു പൊല്യൂഷൻ ഉണ്ടാകുന്നു. ആ എൻവോൺമെൻറ്റിന് പൊല്യൂഷൻ ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്നത്, ഈ എൻവോൺമെൻറ്റ് പൊല്യൂഷൻ അവിടെ നമ്മൾ മാറ്റേണ്ടതുണ്ട്, അവിടെ എൻവോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന്. അപ്പോഴാണ് ഈ പറയുന്ന റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു മോസ്റ്റ് ഡെവലപ്മെൻറ്റൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മൂലം എന്ത് സംഭവിച്ചു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ഒരുപാട് ഫാക്ടറീസും ഇൻഡസ്ട്രീസും എല്ലാം ക്രിയേറ്റ് ചെയ്യുകയും എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതുവഴിയായി എന്ത് സംഭവിച്ചു, ഒരുപാട് എൻവോൺമെൻറ്റൽ പൊല്യൂഷൻസ് നമ്മൾ നേരിടേണ്ടിയും വന്നു. അങ്ങനെ ആ ഒരു എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ വന്നപ്പോൾ എൻവയോൺമെൻറ്റ് ഒരു പൊല്യൂട്ടഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ത് ചെയ്യണം, ഈ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ മാറ്റാൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്താണ് അവിടുത്തെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ, ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇൻഡസ്ട്രീസും ഫാക്ടറീസ് എല്ലാം അടച്ചുപൂട്ടുക, അതാണോ വേണ്ടത്? അപ്പോൾ അങ്ങനെ അടച്ചുപൂട്ടുകയാണെങ്കിൽ അവിടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റഡ് ആവും. അപ്പോൾ ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സ് ഒന്നും എടുക്കില്ല ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമോ? അപ്പോൾ നമ്മുടെ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന റൈറ്റ് വഴി നമുക്ക് ഡെവലപ്മെൻറ്റ് നടത്താൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, രണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ പറയുന്ന റൈറ്റ് ടു ഡെവലപ്മെൻറ്റും അവിടെ വേണം, അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് എൻവോൺമെൻറ്റിന് പൊല്യൂഷൻ ഉണ്ടാക്കരുത്, എൻവോൺമെൻറ്റും പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഒരു പുതിയൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിച്ചത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മാത്രമായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. ഇത് രണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യണം, റൈറ്റ് ടു ഡെവലപ്മെൻറ്റും വേണം, അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സും നടക്കണം, അറ്റ് ദ സെയിം ടൈം എൻവോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ ഒരു സമയത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മാത്രമായിരുന്നു അവിടെ ഒരേ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിരമായ വികസനം, ഈ കോൺസെപ്റ്റ് വരാനായിട്ടുള്ള മെയിൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ച് നടത്തിയ കോൺഫറൻസ്, അത് നടത്തിയത് സ്റ്റോക്ക്ഹോമിലായിരുന്നു. ആ കോൺഫറൻസിൽ ഇന്ത്യയും ഒക്കെ ഒരു ഭാഗമായിരുന്നു, പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ വെച്ചാണ് ഈ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് ആദ്യമായി ചർച്ച ചെയ്ത ഒരു കോൺഫറൻസ് ആയിരുന്നു ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്നറിയപ്പെടുന്നത്. ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ വെച്ചാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തത്. ഇപ്പോൾ സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ വെച്ച് പറയുകയുണ്ടായി ഒരുപാട് പ്രിൻസിപ്പിൾസ്, ഒരുപാട് ഡിക്ലറേഷൻസ് ഒക്കെ വന്നു. ആ ഡിക്ലറേഷൻസ് ഒക്കെയാണ് പിന്നീട് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ എന്നൊക്കെ അറിയപ്പെട്ടത്. അതിൽ വരുന്ന പ്രിൻസിപ്പിൾസിൽ നമ്മൾ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾസിൽ വരുന്ന പ്രിൻസിപ്പിളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ തന്നെ പിന്നീട് റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നടന്ന റിയോ ഡിക്ലറേഷനും 1992 നടന്ന റിയോ ഡിക്ലറേഷനും അതുവഴിയുണ്ടായ അജണ്ട 21 എല്ലാം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിളിനെ കുറിച്ച് അഡോപ്റ്റ് ചെയ്യുകയുണ്ടായി, ആ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇനി നമുക്ക് നോക്കാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്
പ്രിൻസിപ്പിൾ എന്താണ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് ഇതിനൊരു പരിഹാരമായിട്ട് കണ്ടെത്തിയത്, രണ്ടും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡെവലപ്മെൻറ്റും നടക്കണം, അറ്റ് ദ സെയിം ടൈം എൻവോൺമെൻറ്റും പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ ബ്രണ്ട്ലൻഡ് റിപ്പോർട്ട് പ്രകാരം 1987 ബ്രണ്ട്ലൻഡ് റിപ്പോർട്ട് പ്രകാരം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻ്റ് ആണ്, അതൊരു വികസനമാണ്. സുസ്ഥിരമായ വികസനം എന്ന് പറയുന്നത് ഒരു വികസനമാണ്. പക്ഷെ അത് എന്ത് ചെയ്യുന്നു? ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദി പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. പ്രസൻറ്റിലുള്ള, അതായത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സമയത്തുള്ള ആളുകളുടെ എല്ലാം ആവശ്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ വരും തലമുറയിലെ ഫ്യൂച്ചർ ജനറേഷൻ എന്താണോ ആ വരും തലമുറയിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾ, അവർക്കും ഇതേപടി തന്നെ ഡെവലപ്മെൻറ്റ് ആവശ്യങ്ങൾ, നീഡ്സ് കാണും. ആ നീഡ്സുകളെ ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ അവർക്കും കൂടി കരുതി വെച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന റൈറ്റ് നമുക്കുണ്ട്. റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് വഴിയായി പ്രസൻറ്റ് ജനറേഷൻ അവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് ഈ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെ വേണം? ഫ്യൂച്ചർ ജനറേഷൻസിനും കൂടി, വരും തലമുറയ്ക്കും കൂടി വേണ്ടി കരുതി വെച്ചുകൊണ്ടായിരിക്കണം അത് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റിനെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയും, സുസ്ഥിരമായ വികസനം. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വഴിയായി നാച്ചുറൽ റിസോഴ്സസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആർക്കും കൂടി വേണ്ടി? നെക്സ്റ്റ് ജനറേഷൻ, വരും തലമുറയ്ക്കും കൂടി വേണ്ടി ഈ നാച്ചുറൽ റിസോഴ്സ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചൂഷണം ചെയ്ത് തീർക്കാതെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്ത് തീർക്കാതെ ഭാവി തലമുറയ്ക്കും കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്കും കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു വികസനത്തിനെ നമ്മൾ സുസ്ഥിരമായ വികസനം എന്ന് പറയും. ഇനി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്തെല്ലാമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എക്കണോമിക് ആയിട്ടും എൻവോൺമെൻ്റ് ആയിട്ടും സോഷ്യലായിട്ടും ഈ 3 ഏരിയാസാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ്. അതിൽ ആദ്യത്തേത് എക്കണോമിക് ആണ്. എക്കണോമിക് ആയിട്ടെന്ന് പറയുമ്പോൾ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൊഡക്ഷൻസ് അത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയും അത് എഫിഷ്യൻ്റ് ആയിട്ടുമായിരിക്കണം ചെയ്യേണ്ടത്. അതാണ് എക്കണോമിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി എൻവോൺമെൻ്റ് ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻവോൺമെൻറ്റിൽ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വഴിയായി എൻവോൺമെൻറ്റിനെ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻവോൺമെൻറ്റ് എങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കണം ഡെവലപ്മെൻറ്റ് ഉണ്ടാവേണ്ടത്? എൻവോൺമെൻറ്റിൽ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടും കൺസർവ് ചെയ്തുകൊണ്ടും അത് സംരക്ഷിച്ചുകൊണ്ടും അതിൻ്റെ ആ ഒരു ബയോളജിക്കൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുമായിരിക്കണം അവിടെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കേണ്ടത്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എൻവോൺമെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എൻവോൺമെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ അതാണ്. ഇനി സോഷ്യലി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പറയുന്ന നമ്മുടെ മെറ്റീരിയൽ റിസോഴ്സസും അല്ലെങ്കിൽ വെൽത്തും അതെല്ലാം ഈക്വലി എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം. അവിടെ ഒരു ഇക്വാലിറ്റി ഓഫ് ലൈഫ് വേണം. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മുൻപോട്ട് പോകേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് 3 മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയാസ്, ഒന്ന് എക്കണോമിക്, എൻവോൺമെൻറ്റ്, സോഷ്യൽ. ഈ 3 മേഖലകളിലുമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി എൻവോൺമെൻ്റ് ആണ്. അപ്പോൾ അതിൽ എൻവോൺമെൻ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എൻവോൺമെൻറ്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? സുസ്ഥിരമായ വികസനം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കണം? അത് എൻവോൺമെൻറ്റിൻ്റെ എക്കോളജിക്കൽ പ്രോസസ്സിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ജനറ്റിക് ഡൈവേഴ്സിറ്റി എല്ലാം പ്രിസർവ് ചെയ്ത് സംരക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്പീഷ്യസും എക്കോസിസ്റ്റംസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ സസ്റ്റൈനബിളി സെക്യൂർ ചെയ്യണം. സസ്റ്റൈനബിളി സെക്യൂർ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? സുസ്ഥിരമായി സെക്യൂർ ചെയ്യണം. അതായത് ഫ്യൂച്ചർ ജനറേഷൻസിനും കൂടി അവരുടെ ആവശ്യങ്ങൾക്കും കൂടി കരുതി വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഡെവലപ്മെൻറ്റ്സിന് അല്ലെങ്കിൽ നീഡ്സിന് വേണ്ടി അത് യൂസ് ചെയ്യേണ്ടത്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് കുറച്ച് സ്കോപ്പ് ഉണ്ട്. സ്കോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൽ എക്കണോമിക് ആയിട്ടും ഹ്യൂമൻ ആയിട്ടും എൻവോൺമെൻറ്റലായിട്ടും ടെക്നോളജിക്കലായിട്ടും എല്ലാ തരത്തിലുള്ളയും ഒരു അപ്രോച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഈ ഒരു പ്രോസസ്സ് വഴിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എക്കോളജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് കൺസർവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇനി അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് UN ജനറൽ സെക്രട്ടറി ആയിരുന്ന കോഫി അണ്ണൻ 5 ഏരിയാസ് മെയിനായിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആപ്ലിക്കബിൾ ആവുന്ന ഏരിയാസ് പറഞ്ഞു. വാട്ടർ, എയർ, ഹെൽത്ത്, പവർ ആൻഡ് എനർജി, അഗ്രികൾച്ചർ, ബയോഡൈവേഴ്സിറ്റി, ഈ 5 ഏരിയാസിലുമാണ് മെയിനായിട്ടും ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആപ്ലിക്കബിൾ ആവേണ്ടത് എന്നാണ് കോഫി അണ്ണൻ
UN ജനറൽ സെക്രട്ടറി ആയിരുന്ന കോഫി അണ്ണൻ ഐഡൻറ്റിഫൈ ചെയ്ത 5 ഏരിയാസ്. അപ്പോൾ അതായത് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. അതെങ്ങനെയായിരിക്കണം? നമ്മൾ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നീഡ്സിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എടുക്കാം. പക്ഷേ എടുക്കുന്ന സമയത്ത് നമ്മളത് കരുതി ഫ്യൂച്ചർ ജനറേഷനും കൂടി അവരുടെ ആവശ്യങ്ങൾക്കും കൂടി കരുതി വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആയിരിക്കണം അഗ്രികൾച്ചർ ആണെങ്കിലും ബയോഡൈവേഴ്സിറ്റി ആണെങ്കിലും എല്ലാം. അപ്പോൾ ഈ 5 ഏരിയാസിലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആകും എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നേരത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയും ഇതേപടി തന്നെ സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്താണ്? ഇൻ്റർനാഷണലി നടന്ന ഒരു ഹ്യൂമൻ എൻവോൺമെൻറ്റിന് വേണ്ടി നടന്ന ഒരു കോൺഫറൻസ് ആണ്. അതായത് എൻവോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. ആ സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ വെച്ച് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആവുന്ന ഏരിയാസിനെ കുറിച്ച് ഇന്ദിരാഗാന്ധിയും പറഞ്ഞിരുന്നു. അതിൽ വരുന്നതാണ് വാട്ടർ, എയർ, ലാൻഡ്, സോയിൽ, പ്ലാന്റ്സ്, ട്രീസ്, ലിവിങ് ഓർഗാനിസംസ്. ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആകണം. അതായത് എന്താ? ഈ സാധനങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസൻറ്റ് ജനറേഷന് വേണ്ടി നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫ്യൂച്ചർ ജനറേഷനും കൂടി വേണ്ടി കരുതി വെച്ചിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. കാരണം ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ഇതെല്ലാം നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചു പോരേണ്ടതാണ്. ആർക്കും കൂടി വേണ്ടി? ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ ബെനഫിറ്റിനും കൂടി വേണ്ടി. അപ്പോൾ ഇത്രയുമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിൾ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കണമെങ്കിൽ, നേടിയെടുക്കണമെങ്കിൽ അവിടെ അതിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം. സാലിയൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് അതിലുണ്ട്. അതിലൊന്നാമത്താണ് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി ആൻഡ് ഇൻട്രാ ജനറേഷണൽ ഇക്വിറ്റി. അടുത്തത് യൂസ് ആൻഡ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നെക്സ്റ്റ് വൺ എൻവോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് വൺ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ. പിന്നീട് പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ ഓഫ് ലയബിലിറ്റി ടു ഹെൽപ്പ് ആൻഡ് കോർപ്പറേറ്റ്, പോവർട്ടി ഇറാഡിക്കേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് ട്രസ്റ്റ്. ഈ 8 പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിരമായ വികസനം എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് 8 നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സാലിയൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, ഓരോ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.